ിലേക്ക് കോൺഗ്രസിന്റെ വാണഞ്ചേരി ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ശ്രീ ഭാസ്കരൻ BJP ചേരുകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയും മുൻ കൗൺസിലറാണ് ജയശ്രീ ഭാസ്കരൻ. മണ്ണുത്തിയിലെ തന്നെ കൗൺസിലറാണ്. അദ്ദേഹം ഏറെക്കാലമായിട്ട് കോൺഗ്രസിന്റെ സജീവമായിട്ട് മണ്ണുത്തിയിലെ പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തുമുള്ള മുഖമാണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ ജീവനക്കാരനായിരുന്നു. ഇപ്പോൾ അദ്ദേഹം റിട്ടയർഡ് ആയതിനു ശേഷം അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് കൂടുതൽ സജീവമാണ്. ഇന്ന് അദ്ദേഹത്തെ BJP സ്വീകരിക്കുകയാണ്. ഇതൊരു തുടക്കം മാത്രമാണ്. ഒരുപാട് പേർ കോൺഗ്രസിനകത്തും CPM-നകത്തും ഒരുപാട് പേർ വളരെ പ്രതീക്ഷയോടുകൂടി BJP-യെ നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ആരംഭഘട്ടത്തിൽ തന്നെ ഞങ്ങൾക്ക് വലിയ വിശ്വാസമുണ്ട്. ഇനിയും നിരവധിയായിട്ടുള്ള നേതാക്കന്മാർ BJP-യിലെത്തും. കാരണം സാധാരണ പ്രവർത്തകരുടെ സജീവമായി പ്രവർത്തിക്കുന്ന പ്രവർത്തകർക്ക് സ്ഥാനമില്ലാത്ത പ്രസ്ഥാനങ്ങളായി ഇടതുപക്ഷവും വലതുപക്ഷവും മാറിയിരിക്കുന്നു. അതിന്റെ സൂചനകളാണ് ഭാസ്കരനെ പോലെയുള്ള ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവ് BJP-യിലെത്തുന്നത്. അപ്പൊ അദ്ദേഹത്തെ ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് BJP-യിലേക്ക്. നോക്കിയല്ലേ സ്ഥലം സുഹൃത്ത് ഇവിടെ കൊടുക്കണ്ടേ സെന്ററിലേക്ക് ചേട്ടാ ചേട്ടാ മൊബൈലൊന്നും മനസ്സിലും വേണ്ട കുഴപ്പമില്ല. എല്ലാവരും ഇല്ലേ? ഓക്കെ ഒരു മിനിറ്റ് നമ്മുടെ പിള്ളേരൊന്നും പോയിട്ടുണ്ടോ? നമസ്കാരം. ഞാൻ 36-37 വർഷം കേന്ദ്ര നമസ്കാരം. ഞാൻ 36-37 വർഷക്കാലം കേന്ദ്ര ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥനായി വർക്ക് ചെയ്തു. ഞാൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ട് 7 വർഷക്കാലം യൂണിവേഴ്സിറ്റി ഭരിച്ചിട്ടുണ്ട്. അതിനുശേഷം 37 വർഷക്കാലം ജോലി ചെയ്തതിനു ശേഷം മണ്ണുത്തി പിറ്റേ ദിവസം തൊട്ട് തന്നെ മണ്ണുത്തിയുടെ വികസന സംബന്ധമായ കാര്യങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിച്ചു. നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ഒരുപാട് ഫൈറ്റുകൾ നടത്തിക്കൊണ്ട് ഒരു ജനകീയ കൂട്ടായ്മ ഉണ്ടാക്കി അതിന്റെ ചെയർമാനായി പാലക്കാട് പോവുകയും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മണ്ണുത്തിയുടെ വികസനത്തിന് ഞാൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചു. അതുകൊണ്ട് മന്ത്രി, മേയർ, പാർട്ടിയുടെ പ്രതിനിധികൾ എല്ലാവരും എന്നെ ആദരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് അത്ര കാര്യമല്ല. മണ്ണുത്തിയുടെ വിജയം എന്റെ വിജയമാണ്. മണ്ണുത്തിയിലെ ഏത് കാര്യങ്ങളിലുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാവണമെന്നുള്ള വിശ്വാസമുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ ബ്ലോക്ക്
ജനറൽ സെക്രട്ടറിയാണ് ഞാനിപ്പോൾ ആയിരുന്നു. എന്നില് അതിനുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ BJPയിൽ ചേരാനായി മനസ്സാലെ തീരുമാനിച്ചതാണ്. അതിനുവേണ്ടി ഞാൻ ജില്ലാ പ്രസിഡന്റിനോടും നാഗേഷിനോടും അവരോട് കൂടെ നിന്ന് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കും. നാടിനു വേണ്ടി നല്ലത് ചെയ്യാൻ ഇനിയുള്ള കാലം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് BJPയിലൂടെ പ്രവർത്തിക്കുവാൻ നിങ്ങളൊരു അവസരം ഉണ്ടാക്കി തന്നതിന് സന്തോഷം രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നന്ദി, നമസ്കാരം. ശരി, വേറെന്തെങ്കിലും? ഓക്കെ ചില കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചതിന് ശേഷമാണോ BJPയിലേക്ക് വരുന്നത്? വിയോജിപ്പ് പരാതികളും ഒക്കെ അറിയിച്ചതിന് ശേഷമാണോ വരുന്നത്? അല്ല, എന്ത് കാര്യത്തിൽ പറയാനുള്ളത്? കോൺഗ്രസിനോട് എനിക്കിപ്പോ വിശ്വാസം നഷ്ടപ്പെട്ടു. കാരണം ചില ഒരു വ്യക്തികളില് അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ മാത്രം മുന്നോട്ട് പോകുന്ന രീതിയാണ് എനിക്ക് മനസ്സിലായത്. BJP തെരഞ്ഞെടുക്കാനുള്ള കാരണം? ഞാൻ BJPയിലെ ഞാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥനായിരുന്നു. പറഞ്ഞല്ലോ, ഒരുപാട് എനിക്ക് BJPയിൽ നിന്നുള്ള, അന്ന് കേന്ദ്രം ഭരിക്കുന്നത് BJPയാണ്. BJPയുടെ നേതാക്കന്മാരെ കാണുവാനും അതുപോലെ തന്നെ അവർ പല സഹായങ്ങളും എനിക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ മേടിച്ചു തരുവാനായിട്ട് മുന്നിൽ നിന്നിട്ടുണ്ട്. എന്നാൽ കോൺഗ്രസിന്റെ അനുഭാവികള് അതിനുവേണ്ടി പരിശ്രമിച്ചിരുന്നില്ല. അതുകൊണ്ട് ഒന്നും മാത്രമല്ല, എനിക്ക് BJPയിൽ ഇപ്പോ ഇനിയുള്ള ശിഷ്ടകാലം BJPയിൽ പ്രവർത്തിക്കാനായിട്ട് എന്റെ മനസ്സ് ഉരുത്തിരിഞ്ഞ് തീരുമാനിച്ചതാണ്. ആരും എന്നെ അതിലേക്ക് വരണമെന്നുകൊണ്ട് നിർബന്ധിച്ചിട്ടല്ല. ഇനിയുള്ള കാലം ഞാൻ ഈ BJPയിൽ പ്രവർത്തിക്കാനും അതിനുള്ള സൗകര്യം ഉണ്ടാക്കി തന്നതിനും നന്ദി ഈ BJPയോട് രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഒരു സ്ഥാനമാനങ്ങളും മോഹിച്ചിട്ടല്ല ഞാനിന്ന് BJPയിൽ ടിക്കറ്റ് എടുത്തിട്ടുള്ളതെന്ന് നിങ്ങളെ അറിയിച്ചുകൊള്ളുന്നു. ഓക്കെ. ഇന്ന് ഈ കേരളപ്പിറവി ദിനത്തിൽ സംസ്ഥാനത്തെ അതിദാരിദ്ര്യ വിമുക്തമാക്കും എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഈ ദശകത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പാണ്. സർക്കാർ കേരളത്തിലെ ജനങ്ങളെ ആകെ വിഡ്ഢികളാക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. എന്ത് ശാസ്ത്രീയമായിട്ടുള്ള മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഈ പ്രഖ്യാപനം നടത്തുന്നത് എന്ന് വ്യക്തമാക്കാൻ മുഖ്യമന്ത്രിയും സർക്കാരും തയ്യാറാകേണ്ടതായിട്ടുണ്ട്. കേരളത്തിൽ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ നിയമസഭയിൽ കൊടുത്തിട്ടുള്ള മറുപടി, ഷൊർണൂർ MLA ചോദിച്ച ചോദ്യത്തിന് സർക്കാർ കൊടുത്ത മറുപടി അനുസരിച്ച് കേരളത്തിൽ 6 ലക്ഷം അതിദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട് എന്നാണ് ഔദ്യോഗികമായി സർക്കാർ തന്നെ പുറത്തിറക്കിയിട്ടുള്ള കണക്ക്. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ഈ 6 ലക്ഷം പേരും ദാരിദ്ര്യ വിമുക്തമായോ? അങ്ങനെയാണോ സർക്കാർ അവകാശപ്പെടുന്നത്? ഇന്നലെ ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകുമ്പോൾ ബഹുമാനപ്പെട്ട തദ്ദേശ ഭരണ വകുപ്പിന്റെ മന്ത്രി അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ 1,54,000 അതിദരിദ്രരുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ അന്വേഷണത്തിലൂടെ 64,000 എന്ന് കണ്ടെത്തി. ആ 64,000 പേരെയും ദാരിദ്ര്യത്തെ വിമുക്തമാക്കി എന്നുള്ളതാണ് ഇന്നലെ തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി അവകാശപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു മാസം മുമ്പ് നിയമസഭയിലെ ചോദ്യത്തിന് മറുപടിയായി സർക്കാർ നൽകിയിട്ടുള്ള മറുപടി വ്യാജമായിരുന്നുവോ? 6 ലക്ഷത്തോളം അതിദാരിദ്ര്യം അനുഭവിക്കുന്നവർ കേരളത്തിലുണ്ട് എന്ന് നിയമസഭയിൽ കൊടുത്ത മറുപടി അത് വ്യാജമായ വ്യാജമായിരുന്നു? ബോധപൂർവം നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കാനാണോ മന്ത്രി തയ്യാറായത്? അതുകൊണ്ട് ഈ കാര്യത്തിൽ സർക്കാർ ഒളിച്ചുകളി അവസാനിപ്പിക്കണം. ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന സമീപനം അവസാനിപ്പിക്കാൻ വേണ്ടി
ഈ സർക്കാർ തയ്യാറാവണം. നവംബർ 1 തന്നെ ഈ വലിയ തട്ടിപ്പ് പ്രഖ്യാപിക്കാൻ തിരഞ്ഞെടുത്തത് അങ്ങേയറ്റം ഖേദകരമായിട്ടുള്ള കാര്യമാണ്. നവംബർ 1 കേരളപ്പിറവി ദിനമാണ്, അല്ലാതെ ഇന്ന് ഏപ്രിൽ 1 അല്ല, ഇന്ന് വിഡ്ഢി ദിനമല്ല, ഇന്ന് തട്ടിപ്പും വെട്ടിപ്പും കളവും പറയേണ്ട ദിവസമല്ല. നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ കേരളത്തിലെ ജനങ്ങളെ മുമ്പിൽ പുരോഗമനാത്മകരമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യമല്ലേ സർക്കാർ പറയേണ്ടത്? അത് വരം തട്ടിപ്പ് പ്രഖ്യാപിച്ച് അതിൻ്റെ പ്രഖ്യാപനം നടത്തുകയാണ്. മാത്രമല്ല, നമ്മുടെ മുമ്പിലുള്ള എല്ലാ കണക്കുകളും എല്ലാ രേഖകളും എല്ലാ അനുഭവങ്ങളും സർക്കാരിൻ്റെ അവകാശവാദത്തിൽ 1% പോലും വസ്തുതയില്ല എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. എന്താണ് ഈ അതിദാരിദ്ര്യത്തിൻ്റെ മാനദണ്ഡം? സ്വന്തമായി വീടില്ലാത്തവരാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നും കേരളത്തിൽ സ്വന്തമായി വീടില്ലാത്ത 10,000-കണക്കിന് ആളുകളുണ്ട്. ഓരോ ദിവസവും അത് സംബന്ധിച്ച് വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. SC വിഭാഗം താമസിക്കുന്ന ഊരുക്കൾ, ആദിവാസി വിഭാഗം താമസിക്കുന്ന ഊരുക്കൾ, SC കോളനികളിലും ആദിവാസി ഊരുക്കളിലും 10,000-കണക്കിന് ആളുകൾ ഇപ്പോഴും സ്വന്തമായി വീടില്ലാത്തവരുണ്ട്. അവരെല്ലാവരും ദാരിദ്ര്യ വിമുക്തമായി എന്നാണോ സർക്കാരിൻ്റെ അവകാശവാദം? കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന അന്ത്യോദയ അന്നയോജന പ്രകാരം 54 ലക്ഷത്തിലേറെ ആളുകൾക്ക് സൗജന്യമായി കേരളത്തിൽ ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുന്നുണ്ട്. അവരെല്ലാവരും ദാരിദ്ര്യ വിമുക്തരായി എന്നാണോ സർക്കാരിൻ്റെ അവകാശവാദം? അപ്പൊ ഈ അവകാശവാദങ്ങളും സർക്കാരിൻ്റെ വാദങ്ങളൊന്നും പരസ്പരം പൊരുത്തപ്പെടുന്നതല്ല. മാത്രമല്ല, എല്ലാ കണക്കുകളും സൂചിപ്പിക്കുന്നത് കേരളം ദാരിദ്ര്യ വിമുക്തമാക്കാനുള്ള പരിശ്രമത്തിൽ ഏറ്റവും പിറകിലാണ് എന്നാണ്. വേൾഡ് ബാങ്ക് കഴിഞ്ഞ പ്രാവശ്യം പുറത്തിറക്കിയിട്ടുള്ള കണക്കനുസരിച്ച് ഇന്ത്യയിൽ ദാരിദ്ര്യ വിമുക്തമാക്കാൻ പരിശ്രമിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും പിറകിൽ നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഈ റിപ്പോർട്ടിനോട് സംസ്ഥാന സർക്കാരിന്റെ പ്രതികരണം